വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ക്ലൂ ആണ്. നമ്മൾ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച ഒരു കുഴിയില്ലേ ഗൈസ്, അങ്ങോട്ട് പോകാൻ പോവുക. അത് നല്ല താഴ്ന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഡയമണ്ട് കിട്ടിയാലോ, എനിക്ക് അറിഞ്ഞൂടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയിൽ പോവുക. അതിന് മുമ്പേ ഗൈസ് എന്തെങ്കിലും ഒരു അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നല്ലേ, അതോടെ പോയി പൊട്ടിപ്പോയോ? മണം ചത്തില്ലടാ, ഞാൻ ജസ്റ്റിൽ കൊണ്ടുവച്ചോ. അറിയാൻ വയ്യ, എൻ്റെ അയണുണ്ടോ? അയണില്ലെന്ന് തോന്നുന്നു. ഇപ്പം എന്തോ ചെയ്യും? അയ്യോ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സമയത്ത് അയണും കിട്ടുമല്ലോ. എവിടെ നോക്കി? ഇവിടെ ടോർച്ചുകൊണ്ട് താഴെറിയിരുന്നു. ഇറങ്ങിയതുള്ളൂ, അതിന് തുടങ്ങി. ഇവിടെ 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 ഒറ്റടി. അതെങ്ങോട്ടായിരുന്നു ഗൈസ്? ഇങ്ങോട്ട് ആയിരുന്നു തോന്നുന്നു. ഇങ്ങോട്ടായിരുന്നു തോന്നുന്നു. നമുക്ക് അയണും വേണം. അതിൻ്റെ ഇവിടെ കാണുന്ന കിട്ടുമോ? ഇവിടുന്ന് കിട്ടുമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഒരു 3 അയൺ വേണം, എന്നാലും നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നോക്കിട്ടോ. ഇനി ഇങ്ങോട്ടോ ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ട് പോകണോ? ഇവിടെ ടോർച്ച് വെക്കുന്നുണ്ട്. ഇങ്ങോട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. ഇത് അയണില്ലല്ലോ. ഇത് താഴെ നിന്നായി കിട്ടുമോ? ഇത് പോയി വോയിസ് ഞാനിത് വെള്ളം അടിച്ചു വിടാം. ടൂറിസ്റ്റുണ്ടോ? അതിന് സേവനിയെ കാണുന്നില്ല. കോപ്പർ കൊണ്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല. സംഭവിക്കുക എൻ്റെ അയൺ പിക്കാക്സ് ഇല്ല. ഇവിടെ അയൺ കിട്ടുമായിരുന്നെങ്കിൽ ഉണ്ടോ? ചുറ്റി നോക്കുക. ഇവിടെ താഴെ വേണ്ടി വരുമോ? ഇതിങ്ങനെ അടയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഇവിടെ അയൺ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ കോപ്പറുണ്ട്, അയണില്ലെന്ന് തോന്നുന്നു. പോയി നോക്കണം. ഇവിടെ ഒന്നുമില്ല. ലാവ ഉണ്ടോ ഇവിടെ? ഇവിടെ വെട്ടം പിടിക്കുന്നു. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയി കുറച്ച് അയൺ ഒപ്പിച്ച് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഇനി അപ്ഡേറ്റ് ചെയ്യുക. പൊട്ടിച്ചെടുക്കണം. ആടുകളുണ്ട്, മുഴുവൻ പൊട്ടിച്ചെടുക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പം മൂന്നാമത്തെ എപ്പിസോഡിൽ തന്നെ അയൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അച്ചീവ്മെന്റ് തിരിച്ചറി പോവാം.
ഞാൻ ഇനി ഇതൊന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കട്ടെ ഗൈസ്. ഇപ്പോൾ എടുക്കാൻ നല്ല ഗൈസ്. ആ 2 ക്രാഫ്റ്റിൻ്റെ ഒരിവിടെ ഞെക്കി ആ ശ്രദ്ധിച്ചില്ല. 100 ഞെക്കി ഇപ്പോൾ 2 എണ്ണം ഉണ്ടാക്കി. ഇവിടെ വെച്ച് നോക്കാൻ സ്മെൽറ്റ് എൻ്റെ കോൾ ഈക്കൊണ്ട് വരാൻ ഇപ്പോൾ അത് ശ്രദ്ധിച്ച് ഒരു ഫർണസ് സ്മോക്കർ ഉണ്ടാക്കാം. വേണ്ട ഫർണസ് മതി. ഫർണസ് ഇവിടെ വെച്ച് കോളിട്ട് അയണെന്ത് അയൺ വെച്ച് സ്മെൽറ്റാവും 3 സ്മെൽറ്റാണ് ഗൈസ്. അവിടെ എത്ര ഡയമണ്ട് ഉണ്ട്? 1 2 3 തന്നെ അവിടെ തോന്നുന്നു ഗൈസ്. ഇനി അകത്തോട്ട് കാണുമോ നോക്കാം. നമുക്കിവിടെ ആദ്യത്തെ ഡയമണ്ട് വ്യത്യാസം ഉണ്ടാക്കാൻ ചോദിച്ചു. യെസ് അതാണോ? ഇല്ല. ഇപ്പോൾ സ്മെൽറ്റായി കാണുന്നു. കേറ ഓക്കെ. നോട്ടൊന്ന് കയറ്. ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട്. ഓക്കെ. അതിൻ്റെ എടുത്താറാം. ഓക്കെ. അങ്ങനെ കാണും. 7 ആയി. ഓക്കെ. എൻ്റെ ആർമറൊന്നും ഡാമേജ് ആയില്ലല്ലോ. ഇല്ല ആർമറൊന്നുമല്ലേ. ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലേ. ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി. ചുണ്ട് വേറൊന്നും വേണ്ട. ഓക്കെ. താട്ടുപോയി. ആണ് അതാണ്ടേ. അപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഡയമണ്ട് ഞാൻ പൊട്ടിക്കാൻ പോവാ. ഇതിൽ തന്നെ തുടങ്ങാം. 3 2 1 യെസ്. അല്ലേ അതുകൊണ്ട് 4 എണ്ണം ഉണ്ട്. മുഴുവനായിട്ട് 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. കയറുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ബേസിൽ പോയിട്ട് എന്തായാലും നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ ഡയമണ്ട് വിക്കാക്സ് ഉണ്ടാക്കുന്നത് ഗൈസ്. ഓക്കെ. ചൂടിന് പൊട്ടിച്ചെടുക്കാം. പോവാം. ഇനി എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല ഗൈസ്. ഇപ്പം 4 ഡയമണ്ട് കിട്ടിയല്ലോ. അവിടെ പിന്നെയും കാണുമായിരിക്കും. നമുക്കിനി വേറൊരു വിഷയം കൂടെ പോവാം. ഇപ്പം എനിക്ക് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി. രാത്രിയാണല്ലോ. പണിയാവോ? കുറച്ച് ഇപ്പോൾ സ്പെൽറ്റർ പോകണം. ഇവിടെ ഓടിക്കോ. ഒരിടത്ത് നിൽക്കല്ലേ. ഓടറാ. കേറ്. ഇവിടെ പിന്നെ ഒന്നും സ്പൂണാകത്തില്ല ഗൈസ്. കാലിടുമ്പോഴും ടോർച്ച് വെച്ചേക്കുമല്ലേ. സ്പോൺ പ്രൂഫ് അതോ പൊട്ടി കേടാ. മോൺസ്റ്റേഴ്സ് ഉണ്ടോ? എന്തായാലും മോൺസ്റ്റേഴ്സ് കാണിക്കുമല്ലേ. നമുക്കിവിടെ മുഴുവൻ ഉണ്ടാക്കിയ ഗ്ലാസ്. അയ്യോ ക്യൂബായിരുന്നല്ലേ.
കുഴപ്പമില്ല. ആ ഫ്രെയിം ആക്കിയിട്ട് വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുണ്ടാക്കി മതിയായിരുന്നു. ഇതിപ്പോൾ പോട്ട് മുഴുവനും വെച്ചിട്ടുണ്ട്. യെസ്, തിളന്ന് പോയാൽ മതി. അവിടെ ഹോൾ ഉണ്ടാകണ്ടായിരുന്നു വയസ്സ്. എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് പടില്ല. ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നതല്ലേ. എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ അകത്തോളം കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇരുപത്തെട്ട് കോബ്ര ഉള്ളത് നമ്മൾ വെക്കണ്ട. ഇവിടുത്തെ മുഴുവൻ ഇൻറ്റീരിയർ പണിയും തീർക്കട്ടെ ഞാൻ ആദ്യം. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഇത് ഇങ്ങനൊരു ബാരൽ ഉണ്ടാക്കണം. ഇതും പിന്നെ സ്ലാബും കൂടെ വേണ്ടേ. സ്ലാബിന് ഇത്രയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അല്ലേ. പിക്കാക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് ബ്ലോക്കിങ്. ഓക്കെ, സ്ലാബ് എങ്ങനെയായിരുന്നു? സ്ലാബ് കുഴപ്പമില്ല. സ്ലാബ് ഉണ്ടായി. പിന്നെ ഒരു ബാരൽ ഉണ്ടാക്കേണ്ടതാണല്ലേ. ഒരു ബാരലും ഉണ്ടാക്കാം. പിന്നെന്തൊരു സാധനമില്ല. സാറില്ല. ഓക്കെ, ഒരു ബാരലുണ്ടാക്കി. ബാരല് അവിടെ വെച്ച് ആവശ്യമില്ല കാണാക്കട്ടെ. ഇത് 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 ഇത്രയും ക്രാഫ്റ്റിംഗ് ടേബിളും പറഞ്ഞു. ഓക്കെ, ഇനി ഫൈനലി അല്ല മെഡി ഗ്ലാസ്സിൽ ഞാൻ വിട്ടിട്ട് അയ്യോ ഗ്ലാസ് ആകുമ്പോൾ ഞാനത് പൊട്ടനാണല്ലേ ഗൈസ്. ഇത് പൊട്ടനാ. ഗ്ലാസ് എടുത്ത് ഹൈലസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് ഇവിടെ ഗ്ലാസ് വെക്കണ്ട. അതിനപ്പുറ സൈഡിലാണ് ഇവിടെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. ഇനി അവസാന നിമിഷത്തിലേക്ക് നമ്മൾ ആദ്യത്തെ ഡയമണ്ട് ടൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഡയമണ്ട് പിക്കാക്സ്. ഓക്കെ, അതുകൊണ്ട് അല്ല ഇതിൻ്റെ അല്ലാതെ തന്നെ ഉണ്ടാക്കും. സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കും. ഇവിടെ ഒരെണ്ണം, ഇവിടെ 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 കൂടെ വെച്ചാൽ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് ചെയ്യാൻ പോലെ. ഒരു ഡയമണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിവിടുത്തെ നോക്കാം. ഇവിടെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ്. ആ ചന്തം നോക്കേ. ചെയ്യാം. ചന്തം നോക്കേ. കണ്ട ഓക്കെ, ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഗൈസ് എല്ലാവരും പോയി നാളെ വാ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.